ഞാൻ ജയമതി വേറൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വന്നതാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇന്ന് ജൂൺ 14 ലോക രക്തദാന ദിനമായി ആഘോഷിക്കുന്ന ദിവസമാണ്. അതായത് വേൾഡ് ബ്ലഡ് ഡൊണേഴ്സ് ഡേ. 2004 ഐക്യരാഷ്ട്രസഭയുടെ ആഹ്വാനപ്രകാരം ഈ ജൂൺ 14 രക്തദാന ദിനമായി നമ്മൾ ആചരിക്കാൻ തുടങ്ങിയത്. നമുക്കറിയാം, രക്തം ഇല്ലാതെ ഒരു ജീവജാലങ്ങൾക്കും ഇന്ന് ജീവിക്കുന്നതിന് സാധ്യമല്ല. നമ്മുടെ ജീവശ്വാസത്തിനും മേലെ അതിന് നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് രക്തം. ഓരോ തുള്ളി രക്തവും ജീവൻ പരിപോഷിപ്പിക്കുന്നതിന് ആവശ്യമായ ഓരോ തുള്ളി രക്തവും നമ്മൾ ദാനം ചെയ്യുമ്പോൾ നമ്മുടെ സ്നേഹമാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. എന്തിനാണ് നമ്മൾ ഈ ദിവസം ഇങ്ങനെ രക്തദാന ദിനമായി ആചരിക്കുന്നതെന്ന് ചോദിച്ചാൽ, രക്തം ദാനം ചെയ്യുന്ന ഓരോ സുമനസ്സിനെയും നമ്മൾ നമ്മുടെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്ന ദിവസമാണ്. അതായത് നിങ്ങൾ നൽകുന്ന പ്രത്യാശയുടെ സമ്മാനം ഞങ്ങൾ വളരെ സന്തോഷത്തോടുകൂടി ഞങ്ങൾ സ്വീകരിക്കുന്നു. ഞങ്ങളുടെ കൂടപ്പിറപ്പുകൾക്ക് ഞങ്ങളിത് പങ്കുവയ്ക്കുന്നു എന്ന് പറയുന്നതിൻ്റെ വലിയൊരു ആഹ്വാനമാണ്. ഈ രക്തദാന ദിനത്തിൻ്റെ ഇങ്ങനെ ആചരിക്കുന്നതിൻ്റെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യമെന്ന് പറഞ്ഞാൽ, രക്തദാനത്തിൻ്റെ ആവശ്യകതയെപ്പറ്റി സമൂഹത്തിന് ബോധവാന്മാരാക്കുക, അല്ലെങ്കിൽ ഒരു അവയർനെസ് കൊടുക്കുക. പലർക്കും ഇതിനെപ്പറ്റി പല തെറ്റിദ്ധാരണകളും ഉള്ള സാഹചര്യമുണ്ട് ഈ രക്തം ദാനം ചെയ്യുന്നതിനെപ്പറ്റി. പക്ഷേ അത് സുരക്ഷിതമായ രീതിയിലും നല്ല ഗുണനിലവാരമുള്ള രീതിയിലും മിതമായ രീതിയിലും രക്തം ദാനം ചെയ്യുന്നതുകൊണ്ട് യാതൊരു ദൂഷ്യഫലവും ഇല്ല എന്ന് സമൂഹത്തിലുള്ള മറ്റ് ജനങ്ങളെ സമൂഹത്തിലുള്ളവരെ മനസ്സിലാക്കിക്കുക, അല്ലെങ്കിൽ അവർക്കൊരു ബോധവൽക്കരണം നടത്തുന്നതിൻ്റെ ഭാഗമാണ് ഈ രക്തദാന ദിനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. രക്തം ദാനം ചെയ്യുന്ന ഓരോ വ്യക്തിയും തൻ്റെ രക്തം ദാനം ചെയ്യുമ്പോൾ സമൂഹത്തിന് അയാൾക്ക് സമൂഹത്തോടുള്ള പ്രതിബദ്ധത കാണിക്കുന്നതാണ്. ഇനി അതിൻ്റെ രക്തദാന ദിനം ആചരിക്കുന്നതിൻ്റെ സന്ദേശമെന്ന് പറഞ്ഞാൽ, സുരക്ഷിതമായ രക്തം, അതായത് സുരക്ഷിതമായി ദാനം ചെയ്ത് ഗുണനിലവാരമുള്ള രക്തം ദാനം ചെയ്യുന്നതിലൂടെ ഒരു പ്രാവശ്യം നമ്മൾ രക്തം ദാനം ചെയ്യുമ്പോൾ അത് 3 ജീവനെയെങ്കിലും രക്ഷിക്കാനായിട്ട് ഉതകുമെന്നാണ് കണക്കുകൾ പറയുന്നത്. ഇതൊരു പ്രത്യാശയുടെ സമ്മാനമാണെന്ന് നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു. അതായത് അവരുടെ ജീവനും മരണത്തിനും ഇടയിലുള്ള ഒരു വിലപ്പെട്ട, അല്ലെങ്കിൽ എടുത്തു പറയാനാവാത്ത ഒരു വ്യത്യാസമാണ് ഈ രക്തം എന്ന് പറയുന്നത്. പല ആൾക്കാരും പല വ്യക്തികളും ഒരു കാശ് പോലും വാങ്ങാതെ ഫ്രീ ആയി രക്തം ദാനം ചെയ്യുന്നവരൊക്കെ അവർക്ക് കാണിക്കുന്നതൊക്കെ വലിയ ഒരു പുണ്യപ്രവൃത്തി തന്നെയാണ്. ഇതിന് നമ്മൾക്കറിയാം, അപകടങ്ങൾ നടക്കുമ്പോൾ രക്തം വാർന്നു പോയി അപകടകരമായ സാഹചര്യം അവർ പെട്ടെന്ന് ആരെയും ശ്രദ്ധിക്കാതെ എത്രയോ ജീവൻ പൊലിയുന്ന സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ പ്രസവ സമയത്ത് പല സ്ത്രീകൾക്കും അമിതമായ രക്തസ്രാവം ഉണ്ടാകുന്നു. ഇത് കുട്ടിയുടെ ജീവൻ, നവജാത ശിശുവിൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നതിനും അമ്മയുടെ ജീവൻ നഷ്ടപ്പെടുന്നതിനും ഒക്കെ കാരണം. ഇങ്ങനെ ക്രിട്ടിക്കലായിട്ടുള്ള ഈ സമയങ്ങളിലാണ് രക്തത്തിൻ്റെ വില, ഈ ഓരോ തുള്ളി രക്തത്തിൻ്റെയും വില നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ രക്തദാന ദിനത്തിനെ പറ്റി നമ്മൾ പറയുമ്പോൾ, ഇത് നമ്മൾ സ്കൂളുകളിലൊക്കെ ആയാലും ചെറുപ്പത്തിലേ നമുക്കിതിനെ പറ്റിയൊക്കെ ഒരു ബോധവൽക്കരണം, സ്കൂളുകളിൽ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമൊക്കെ വയ്ക്കുമ്പോൾ ഒരു സ്ഥലം ഇതിനായി പ്രത്യേകിച്ച് ഇങ്ങനെ ഇതിനെ രൂപപ്പെടുത്തിയിരുന്നാൽ കുട്ടികൾക്ക് ഇതിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും അതിനുള്ള സാധിക്കുന്നതായിരിക്കും. ഇത് ഈ രക്തദാന ദിനത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം, ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കും. ഈ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുമ്പോൾ തന്നെ പലർക്കും നമ്മുടെ രക്തഗ്രൂപ്പ് ഏതാണെന്ന് അറിയത്തില്ല. എന്തെങ്കിലും അസുഖമുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ രക്തഗ്രൂപ്പ് നോക്കാം. ആ സ്ഥലത്ത് വളരെ കുറച്ച് പോസ്റ്ററുകളോ ബുക്ക്ലെറ്റുകളോ ഒക്കെ നമ്മൾ സപ്ലൈ ചെയ്യുകയാണെങ്കിൽ, ഈ പോസ്റ്ററുകൾ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലറിയാതെ ചില ഈ കുട്ടികൾ, നമ്മുടെ എന്നല്ല കുട്ടികളുടെ മനസ്സിലായാലും ചില മെസ്സേജുകൾ നമുക്ക് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാവും. ഈ രക്തദാനം ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ രക്തദാന ദിനത്തോടനുബന്ധിച്ച് നടത്തുന്ന ക്യാമ്പുകളിൽ പലരുടെ ബ്ലഡ് ഗ്രൂപ്പ് ചെക്ക് ചെയ്യാൻ പറ്റും. നമുക്കറിയാം, നമ്മുടെ ഈ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ പലതുണ്ട്. പല സ്വഭാവം, പല ആകാര വടിവുമുള്ള പല മനുഷ്യരും ചേർന്നതാണ് ഇന്നത്തെ നമ്മൾ ജീവിക്കുന്നല്ലോ. അതുപോലെ ബ്ലഡ് ഗ്രൂപ്പ് തന്നെ എല്ലാവരും കവികൾ പറയും രക്തം ചുവന്നതാണ്. എല്ലാം ചുവന്നതാണെങ്കിലും പക്ഷേ ഇതിൽ പല വ്യത്യാസമുണ്ട്. പല ഗ്രൂപ്പ്
ബ്ലഡ് ഉണ്ട്. എ ഉണ്ട്, എ പോസിറ്റീവ് ഉണ്ട്, എ നെഗറ്റീവ് ഉണ്ട്, ബി പോസിറ്റീവ് ഉണ്ട്, ബി നെഗറ്റീവ് ഉണ്ട്, ഒ പോസിറ്റീവ് ഉണ്ട്, ഒ നെഗറ്റീവ് ഉണ്ട്, എ ബി ഗ്രൂപ്പ് ഉണ്ട്. ഇതിങ്ങനെ പല ഗ്രൂപ്പുകളിലുള്ള രക്തം വഹിക്കുന്നവരാണ് നമ്മൾ എല്ലാവരും ചേർന്നാണ് നമ്മൾ ഈ ജീവിക്കുന്ന ഈ ലോകം. അപ്പോൾ ഈ രക്തദാനം നടത്തുമ്പോൾ കൃത്യമായി ഏത് ബ്ലഡ് ഗ്രൂപ്പാണ് ഈ രക്തം സ്വീകരിക്കുന്ന ആളിന് സ്യൂട്ടാകുന്നത് എന്നുള്ള വ്യക്തമായതും കൃത്യമായതുമായ ടെസ്റ്റുകൾ നടത്തിയതിന് ശേഷം മാത്രമേ രക്തം ദാനം ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ രക്തം സ്വീകരിക്കാനും പാടുള്ളൂ. ഇനി ആർക്കൊക്കെ നമുക്ക് ഈ രക്തം കൊടുക്കാം, ആർക്കൊക്കെ ഈ രക്തദാനം ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ ആലോചിച്ചാൽ പൂർണ്ണ ആരോഗ്യമുള്ള ആർക്കും രക്തം ദാനം ചെയ്യാം. അതായത് 18 വയസ്സിനും 60 വയസ്സിനും ഇടയ്ക്കുള്ള പ്രായമുള്ള പൂർണ്ണ ആരോഗ്യമുള്ള ആർക്കും രക്തം ദാനം ചെയ്യാമെന്നാണ് കണക്കുകൾ പറയുന്നത്. അപ്പോൾ ഈ രക്തദാനം ചെയ്യുന്ന അല്ലെങ്കിൽ രക്തദാതാവ് ഈ ഡോണറിന് അറ്റ്ലീസ്റ്റ് 50 കിലോ എങ്കിലും ബോഡി വെയ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ 50 കിലോ ബോഡി വെയ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ അത് ഒരു നോർമൽ കണ്ടീഷനിലുള്ള ഒരു ആരോഗ്യമുള്ള ഒരു മനുഷ്യനായിരിക്കണം. പിന്നെ നമ്മൾ ഈ രക്തം ദാനം ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നമുക്ക് ജലദോഷം, പനി, തൊണ്ടവേദന, വയറുവേദന, എന്തെങ്കിലും ഇൻഫെക്ഷൻ ഇങ്ങനെയൊക്കെ ഉള്ള സമയത്തൊന്നും നമ്മൾ രക്തം ദാനം ചെയ്യാൻ പാടില്ല. നമുക്ക് അറിയാൻ പറ്റില്ല ഈ സമയത്ത് ഇങ്ങനെ തൊണ്ടവേദനയോ പനിയോ ഇങ്ങനെയുള്ള അസ്വസ്ഥതകളുള്ള സമയത്ത് ചിലപ്പോൾ അത് വേറെ ഏതെങ്കിലും അസുഖത്തിൻ്റെ മുന്നോടിയായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ രക്തം ദാനം ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം, ഈ രക്തത്തിൽ ചുവപ്പ് നിറം കൊടുക്കുന്ന ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നതിൻ്റെ കണ്ടൻറ്റ്, അതിൻ്റെ അളവ് സ്ത്രീക്കും പുരുഷനും വ്യത്യാസമാണ്. ഇങ്ങനെ രക്തം ദാനം ചെയ്യുന്ന സമയത്ത് ഈ സ്ത്രീയാണെങ്കിൽ ഈ ഹീമോഗ്ലോബിൻ്റെ അളവ് 12-ൽ കുറയാൻ പാടില്ല. അതുപോലെ പുരുഷനാണെങ്കിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് 13-ലും കുറയാൻ പാടില്ല. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ രക്തദാനം ചെയ്യാൻ പോകുന്ന സമയത്ത്, നമ്മൾ രക്തം ഡൊണേറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഈ വ്യക്തി ഒന്ന് ആലോചിച്ചിരിക്കുക, ഒന്ന് മനസ്സിൽ കുറിച്ചിട്ടിരിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ രക്തദാനം ചെയ്യാൻ പാടില്ലാത്ത വേറൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ 12 മാസത്തിനിടയിൽ അപകടകരമായ സാഹചര്യത്തിൽ ലൈംഗിക ബന്ധം നടത്തിയിട്ടുള്ള ഒരാൾ യാതൊരു കാരണവശാലും രക്തം ദാനം ചെയ്യരുത്. കാരണം അപ്പോൾ ഏതെങ്കിലും ലൈംഗിക രോഗങ്ങൾ എന്തെങ്കിലും പിടിപെട്ടിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയം നിലവിലിരിക്കുകയാണെങ്കിൽ, അതായത് അപകടകരമായ സാഹചര്യത്തിൽ ലൈംഗിക ബന്ധം നടത്തിയിട്ടുള്ള ഒരു മനുഷ്യരും ആരും രക്തദാനം ചെയ്യാൻ തയ്യാറാവരുത്. അതുപോലെ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ HIV പോസിറ്റീവായിട്ടുള്ള ഒരാളാണെങ്കിൽ യാതൊരു കാരണവശാലും അയാൾ രക്തം ദാനം ചെയ്യാൻ തയ്യാറാകരുത്. HIV പോസിറ്റീവായിട്ടുള്ള ഒരാളെന്ന് പറഞ്ഞാൽ അത് ചിലപ്പം അത് പ്രകടമായി കാണണമെന്നില്ല, അത് പിന്നീട് ചിലപ്പോൾ ടെസ്റ്റുകളിൽ അത് പിന്നീട് വന്നെന്നിരിക്കും. അതുകൊണ്ട് എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള ഒരാൾ യാതൊരു കാരണവശാലും രക്തം ദാനം ചെയ്യാൻ പാടില്ല. അതുപോലെ മുലയൂട്ടുന്ന അമ്മമാർ, കുഞ്ഞിന് മുലയൂട്ടി ഇരിക്കുന്ന അമ്മമാർ യാതൊരു കാരണവശാലും രക്തം ദാനം ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഈ വക ഇതൊക്കെയാണ് അത്യാവശ്യമായി രക്തദാനത്തെപ്പറ്റി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ, രക്തദാനം ചെയ്യുന്നതിനെപ്പറ്റി നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയത് ഇങ്ങനെയാണ്, ഇതിൻ്റെ പ്രാധാന്യം ഇതാണെന്ന് പറയും. നമ്മുടെ സുഹൃത്തുക്കളെയൊക്കെ നമ്മുടെ കുടുംബത്തിലുള്ളവരെയൊക്കെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതോടുകൂടെ നമ്മുടെ സമൂഹത്തിന് ചെയ്യുന്ന വലിയൊരു പുണ്യമാണ്. നമ്മൾ സ്നേഹം പകർന്നു നൽകുമ്പോൾ ദൈവം, അതായത് നമ്മൾ എത്രത്തോളം സ്നേഹം നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കും, അത്രയ്ക്കും സ്നേഹം നമ്മുടെ ഉള്ളിൽ ദൈവം നിറയ്ക്കും. അതുപോലെ നമ്മൾ എത്ര രക്തദാനം ചെയ്യുന്നു, അതുപോലെ പുതിയ കോശങ്ങൾ നമ്മളുണ്ടാവുകയും നമ്മളെ ബോഡി കുറച്ചുകൂടെ ഹെൽത്തി ആവുകയും കുറച്ചുകൂടെ നമ്മൾ സന്തോഷകരമായി ജീവിക്കാനും പറ്റും. അങ്ങനെ നമ്മൾ രക്തം ദാനം ചെയ്യുന്നത് വലിയൊരു പുണ്യം നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്കുണ്ട്. ചിലപ്പോൾ നമ്മൾ ഒരിക്കലും രക്തദാനം ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ജീവൻ രക്ഷപ്പെട്ടാൽ അതൊരു കുടുംബത്തിൻ്റെ വലിയൊരു പ്രത്യാശയായിരിക്കും. ഈ സമയത്ത് എനിക്ക് ഓർമ്മ വരുന്ന വേറൊരു കാര്യം, ഞാൻ മതം പറയുന്നതല്ല എങ്കിലും തൻ്റെ ഓരോ തുള്ളി രക്തവും മനുഷ്യന് വേണ്ടി നൽകിയ യേശുദേവനെ നമ്മൾ ഈ സമയത്ത് ചിന്തിക്കാതെ പോകരുത്. ഓരോ തുള്ളി രക്തവും മറ്റുള്ളവർക്ക് വേണ്ടി ദാനമായി മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി നടത്തിയ വലിയൊരു ത്യാഗമാണ് യേശുദേവൻ ചെയ്തത്. അതുപോലെ
നമ്മൾ നമ്മുടെ ജീവൻ്റെ ആദ്യത്തെ കണിക രക്തമായി നമ്മളിൽ രക്തത്തിൻ്റെ ഭാവത്തിൽ സ്നേഹത്തിൻ്റെ ഭാവത്തിൽ നമുക്ക് പകർന്നു തന്ന അപ്പനെയും അമ്മയെയും നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. ഈ സ്നേഹം അപ്പനും അമ്മയും നമുക്ക് രക്തം തന്ന ഈ സ്നേഹം അത് ഊട്ടിയുറപ്പിക്കാൻ നമ്മളെ സഹായിച്ച നമ്മുടെ കൂടപ്പിറപ്പുകളെ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും മറന്ന് നമ്മുടെ ബന്ധുക്കൾ ഇതെല്ലാം നമ്മുടെ ഒരു രക്തബന്ധത്തിൻ്റെ ഒരു വലയത്തിൽ വരുന്നതാണ്. അതായത് ഒരു സ്നേഹത്തിൻ്റെ ഒരു കൂട്ടായ്മയാണ് നമ്മൾ ജീവിക്കുന്ന ലോകം എന്നുള്ള കാര്യം നമുക്ക് ഓർമ്മിച്ചുകൊണ്ട് നമ്മൾ ആവശ്യക്കാരന് നമ്മൾ എത്ര പെട്ടെന്ന് നമുക്ക് അവർക്ക് രക്തം ദാനം ചെയ്യാൻ പറ്റുമോ അതിന് വേണ്ടിയുള്ള പരിപാടികൾ നമ്മൾ ചെയ്യണം. നമുക്ക് പലപ്പോഴും നമ്മുടെ എന്തെങ്കിലും ഒരു ബ്ലഡിൻ്റെ ആവശ്യം രക്തത്തിൻ്റെ ആവശ്യം വന്നാൽ പെട്ടെന്ന് നമ്മൾ ഇത് സഹായിക്കുന്ന സംഘടനകളുണ്ട്. അതിൽ ആരെയെങ്കിലുമൊക്കെ നമുക്ക് ബന്ധപ്പെടാൻ സാധിച്ചാൽ നമുക്ക് വളരെ എളുപ്പമായിട്ട് കാര്യം നടക്കും. അതും പറ്റിയില്ല നമ്മൾ നമ്മുടെ വാർഡ് മെമ്പറിനെങ്കിലും അറിയിക്കും. വാർഡ് മെമ്പറിനെയോ ചിലപ്പോൾ ചില പാർട്ടിയിലുള്ള സംഘടനകൾ ഇങ്ങനെ രക്തം ദാനം ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള വലിയ ഗ്രൂപ്പുകളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും സാഹചര്യത്തിൽ നമുക്ക് ഒരാളിന് ബ്ലഡ് ആവശ്യമുണ്ടെന്ന് അറിഞ്ഞ് ഏതെങ്കിലും രീതിയിൽ നമ്മൾ അവരെ സഹായിക്കാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് വലിയ അർത്ഥമുണ്ടാകും. വലിയൊരു പുണ്യമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് രക്തദാനത്തെ പറ്റി അത്യാവശ്യമായി നമ്മൾ അത്യാവശ്യമായി നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾ. അപ്പം ഇത് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഉപകാരം ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് സന്തോഷമായി. ഇതിലെന്തെങ്കിലും കൂടുതൽ എന്തെങ്കിലുമൊക്കെ പോയിൻറ്റ്സ് ചേർക്കാനുണ്ടെങ്കിലോ എന്തെങ്കിലും അഭിപ്രായം പറയാനോ ഉണ്ടെങ്കിൽ ധൈര്യപൂർവ്വം എന്നെ അറിയിക്കാം. ഞാൻ വളരെ സന്തോഷത്തോടു കൂടെ സ്വീകരിക്കുന്നതാണ്. അടുത്ത വീഡിയോ കുറച്ചുകൂടെ നല്ല രീതിയിൽ ചെയ്യാൻ ഞാൻ ശ്രമിക്കും. അപ്പം ഇതിൻ്റെ ഇത്രയും സമയം ചെലവഴിച്ച എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. ഓക്കെ, ബൈ. ഇനി അടുത്ത ഒരു വീഡിയോയിൽ പുതിയ ഒരു ആശയവുമായി നമുക്ക് കാണാം. ഓക്കെ, ബൈ.